ഇട്ടു നോക്കി ഭയങ്കര ടൈറ്റ്. കുറച്ച് വയറ് കുറഞ്ഞെങ്കിൽ കറക്റ്റ് ആയിരുന്നു. വയറ് കുറഞ്ഞത് തന്നെ. വണ്ണം കൊണ്ട് അറിയണില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാ, കടയിൽ കൊണ്ട് കൊടുക്ക്. കടയിൽ കൊണ്ടെടുത്ത് അമ്മമാർ എടുക്കാനൊന്നുമില്ല, തിരിച്ചും തരൂല. അമ്മമാർക്ക് വേറെ പണിയില്ലേ? അളി ഇരുന്നിരുന്നൊരു ഷർട്ട് എടുത്ത് അതിങ്ങനെയായി. മാറ്റി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് മാറ്റി വാങ്ങിക്കുന്നില്ല. മാറ്റി വാങ്ങിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. നീ എടുത്തോടെ, നീ കിട്ടോ. എനിക്കുണ്ട്. അതെന്ത്? നീ പണ്ട് എൻ്റെ ചെറിയ ഷർട്ടൊക്കെ എടുത്തോണ്ട് പോകുമായിരുന്നല്ലോ. ഇപ്പൊ എന്ത് വലിയ ആളായി പോയാ? കുറച്ചില്ല നിനക്ക്. അളിയെ മോഹിച്ചെടുത്തല്ലേ? മോഹിച്ച? ഞാൻ മോഹിച്ച് കിട്ടിയൊക്കെ ഇപ്പൊ അബദ്ധമായി പോയടേ. നിന്നെ അല്ലേടി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷർട്ട് എടു. വേണ്ടല്ലേ? വേണ്ട ഇടടാ. എന്ത് ഇത്? സംഗതി കൊള്ളാം, പക്ഷെ സ്റ്റഫ് പോരാ. സ്റ്റഫ് പോരാ. ഡേയ്, ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കല്ലേ ശ്രീകുട്ടാ. ഓ ഇട്ടു ഒന്ന് വാടുക്കളായിരിക്കും സഹായിക്കേ. കൂട്ടിയിട്ട് എടുത്ത കൂറ് 10. എവിടെ? കൂറ് 10 വാങ്ങിച്ചതാന്ന് ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞു. ഇപ്പോ പുതിയതിന്റെ മണമൊന്നുമില്ല. പുതിയ മണല്ലടാ. ഞാൻ അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് വാങ്ങിച്ചത്. നിനക്ക് ഒരു തുണി വാങ്ങിച്ചു കൊടുത്താൽ മാമന് മുമ്പ് ഇറച്ചി കേട്ടാൻ പോയിണ്ടോ? അങ്ങ് പോയിട്ടുണ്ട്, കാട്ടില് എൻ്റെ അച്ഛൻ്റെ കൂടെ. ചേച്ചി നല്ല എരിവാണ്. നാടൻ ചിക്കനാണ് മക്കളെ. നാടൻ ചിക്കനാന്ന് വെച്ചിട്ട് എരിവ് കുറവായിരുന്നു. അല്ല പിന്നെ തൊടൂല. അമ്മ അങ്ങനെയാണെങ്കിൽ എരിവ് കുറച്ച് കൂടുതലിട്ടോട്ടാ കറിക്ക്. അവള് കഴിക്കില്ലല്ലോ. എത്ര എരിവിടേലും ഞാൻ കഴിക്കും. അവളല്ലേ കഴിക്കാണ്ടിരിക്കുന്നു. എന്തോന്നത്? ചിക്കൻ, നാടൻ ചിക്കനാണ്. ഇതാര് വാങ്ങിച്ച? ഇത് ഇവര് വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ചിക്കൻ വയ്ക്കാൻ പോണാ? കൊണ്ട് മാറ്. ഞാൻ കട്ട് ചെയ്ത് തരാം. പിന്നെ വല്ല ചെറുതായിട്ട് അറിയണോ? എന്ത് തോന്നി? അവളെ ചിക്കൻ വയ്ക്കാൻ പോണു. അളിയാ ഒരുമാതിരി പോകരുത്തോളം കാണിച്ചല്ലേ. ഞാൻ 100-500 കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. കളിക്കണ ഓവറാവല്ലേ? എന്താ പാലു കാണിച്ചേ? എന്താ പാലു കാട്ടിയെന്ന് കണ്ടില്ലേ? ചിക്കൻ ദൂരം കളഞ്ഞു. അതെന്തിനാണ് ചോദിച്ചേ? ഇടി ഞാൻ അമ്പലത്തിൽ പോയപ്പോ തിരുമേനി പറഞ്ഞു ഇന്ന് നല്ലൊരു ദിവസമാണ്, അതുകൊണ്ട് ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. ചിക്കൻ കഴിക്കാൻ പാടില്ലെന്ന്? ചിക്കൻ മാത്രമല്ല, മീന് മുട്ട ഇറച്ചി ഒന്നും കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിൽ കയറ്റാനും പാടില്ലെന്ന് പറഞ്ഞു. നാളെ കഴിക്കാമോ? നാളെ കഴിക്കാം. അപ്പൊ പിന്നെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോരായിരുന്നോ? ഫ്രിഡ്ജ് വീടിന്റെ അകത്തല്ലേ ഇരിക്കണേ? അപ്പൊ ഫ്രിഡ്ജിനകത്ത് ഇരിക്കണ മുട്ടയോ? മുട്ട ഫ്രിഡ്ജിനകത്ത് ഇരിക്കണ മുട്ട ഇല്ലല്ലോ. മുട്ട തിന്നില്ലേ? മുട്ട തിന്നില്ല. കള്ളം പറയല്ലേ? ഇല്ല സത്യമായിട്ട് അത് ഇന്നലെ ഓംലെറ്റ് ഉണ്ടാക്കി തന്നതാ. വല്ലമാരും പറയണ കേട്ടോണ്ട് വരും പോകൃത്തരം കാണിക്കാൻ. ആ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറച്ച് ആൾക്കാർ ചോര നീരാക്കിയോണ്ട് കാശിന്നാണ് ഓരോന്നും ഇവിടെ കാണിച്ചോണ്ട് പറഞ്ഞത്. ഇനി ഇവിടെ ഇറച്ചിയ മീൻ വല്ലം വയ്ക്കും. അപ്പൊ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തെ പറമ്പി എടുത്തടി നോക്കിയോ. എടുത്തറിയടാ. ഞാനൊരു കാര്യം പറയാം. എറിഞ്ഞ സാധനം പിന്നെ എടുത്തോണ്ട് വന്ന് ഇവിടെ വല്ലതും കറി വല്ലതും വയ്ക്കണമെങ്കിൽ ഞാൻ എടുത്ത് പട്ടിക്ക് കൊടുക്കും. പട്ടിക്ക് ഒന്നും കഴിക്കണ്ട, ഒന്നും ഉണ്ടാക്കണൂല ഇവിടെ. വേണ്ടടി, നീ ഉണ്ടാക്കണ്ട. നീ ആരെ പേടിപ്പിക്കണത്? എന്നാലും കുറച്ച് കഷ്ടമായി പോയിട്ടോ. കൊച്ചിനെ താഴ്ത്തെടുത്ത് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.